അസ്സലാമലൈക്കും, നമസ്കാരം. എല്ലാവർക്കും മിനി മാജിക് ഹോമിലേക്ക് സ്വാഗതം. ഇന്നൊരു ട്രാവലിംഗ് വ്ളോഗാണ്. നമ്മൾ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തി കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലേക്കാണ്. കുറച്ച് തൈകളും ചെടികളൊക്കെ വാങ്ങിക്കണം. നമ്മൾ മണ്ണുത്തിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് യാത്രയേ ഉള്ളൂ മണ്ണുത്തി നഴ്സറിയിലേക്ക്. അങ്ങനെ നമ്മൾ മണ്ണുത്തി കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. നമുക്കിവിടുത്തെ ചെടികളും തൈകളൊക്കെ കണ്ടു നോക്കാം. ഇതാണ് നഴ്സറി കൗണ്ടർ. COVID-19 സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഒരുപാട് പേർക്കൊന്നും ഇതിനകത്തേക്ക് കയറാൻ പറ്റില്ല. കുറച്ച് പേരെ മാത്രമായിട്ടാണ് അകത്തേക്ക് കയറ്റുന്നത്. ക്യൂ പാലിക്കണം. ഇവിടെ ഗ്ലൗസും മാസ്കും സാനിറ്റൈസറെല്ലാം യൂസ് ചെയ്യണം. ഓരോ സെക്ഷനായിട്ടാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. പച്ചക്കറി തൈകളുണ്ട്, ചെടികളുണ്ട്, ഫലവൃക്ഷ തൈകളുണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങളും കുറച്ച് തൈകളെല്ലാം വാങ്ങിച്ചു. ഈ നഴ്സറിയുടെ ഓപ്പോസിറ്റിലായിട്ടാണ് ബില്ലിംഗ് കൗണ്ടർ. അവിടെ തന്നെ ഒരുപാട് വളങ്ങളെല്ലാം കിട്ടും. പലതരം വളങ്ങളുണ്ട്. പിന്നെ അകത്തേക്ക് കയറി വന്നാൽ ഒരുപാട് സാധനങ്ങളുണ്ട്. സ്ക്വാഷ് ഉണ്ട്, ജാമുണ്ട്, അച്ചാറുണ്ട്, അതുപോലെ കൊണ്ടാട്ടം, ഒരുപാട് വെറൈറ്റി സ്ക്വാഷൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അച്ചാറുകളും പലതരം അച്ചാറുകളുണ്ട്. ചക്കമടൽ അച്ചാറൊക്കെ ഉണ്ട്. ഇത് കൈപ്പക്ക കൊണ്ടാട്ടം. അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, പച്ചക്കറി, കൃഷി സംബന്ധമായ കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ബുക്സൊക്കെ കിട്ടും ഇവിടെ. ഒരുപാട് ബുക്സുകളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. പച്ചക്കറി വിത്തുകളുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള വിത്തുകളാണ്. ഞങ്ങളും കുറച്ച് വിത്തുകളൊക്കെ വാങ്ങിച്ചു. വഴുതന, പച്ചമുളക്, കയ്പ, പയറ് 2-3 ടൈപ്പ് പയറിൻ്റെ വിത്തുണ്ട്. 10 രൂപയാണ് കേട്ടോ ഒരു പാക്കറ്റിന്. ഒരുപാട് വിത്തുകളുണ്ട് ഇവിടെ. കോക്കനട്ട് ഓയിൽ. ഇത് കണ്ടോ, കേരച്ചക്കര. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ കേരച്ചക്കര. ചക്കമടൽ അച്ചാർ,
നല്ല ടേസ്റ്റാണ് ചക്കമടൽ അച്ചാർ. പപ്പായ അച്ചാർ, ഒരുപാട് വെറൈറ്റി അച്ചാറുകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നും ഞങ്ങൾ ഇറങ്ങി ഇനി മറ്റൊരു നഴ്സറിയിലേക്കാണ് പോകുന്നത്. നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെയും ഒരുപാട് വെറൈറ്റി ബഡ് ചെയ്ത തൈകളൊക്കെ ഉണ്ട്. ഞങ്ങളും കുറച്ച് തൈകളെല്ലാം ഇവിടെ നിന്ന് വാങ്ങിച്ചു. ഒരുപാട് പേരിൽ അറിയപ്പെടുന്ന മാവിൻ്റെ ബഡ് ചെയ്ത തൈകളുണ്ട്. ഒരുപാട് ഉണ്ട് കേട്ടോ. അൽഫോൺസ, നീലൻ, ചന്ദ്രകാരൻ, കാലാപ്പാടി, പിന്നെ എന്തോ അങ്ങനെ കുറേ മല്ലിക, അങ്ങനെ ഒരുപാട് പേരിൽ അറിയപ്പെടുന്ന മാവിൻ്റെ ബഡ് ചെയ്ത തൈകളുണ്ട്. അതുപോലെ പ്ലാവിൻ്റെ 3-4 ടൈപ്പ് പ്ലാവിൻ്റെ ബഡ് ചെയ്ത തൈകളെല്ലാം വാങ്ങിച്ചു. പിന്നെ ജാതി പേര, അതുപോലുള്ള കിലോ പേര, അങ്ങനെയുള്ള കുറേ തൈകളെല്ലാം വാങ്ങിച്ചു. അതുപോലെ തന്നെ ഇവിടെ ചെടികളുണ്ട്, ഒരുപാട് വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലങ്ങളിലാണ് നഴ്സറി ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാം പ്രത്യേകം ഭാഗങ്ങളായി വേർതിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യക്കാർക്ക് തിരഞ്ഞെടുക്കാനും വാങ്ങിക്കാനും എല്ലാം നല്ല സൗകര്യമാണ്. ഞങ്ങൾ ചെന്നതിന് ശേഷം നല്ല മഴ പെയ്തു. നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റിയില്ല. അധിക സ്ഥലങ്ങളിലൊന്നും പോയി കാണാൻ പറ്റിയില്ല. ഇവിടെ വന്നാൽ നമുക്ക് അറിയാനും പഠിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ചെടികളും പൂക്കളും ഇഷ്ടപ്പെടുന്നവർക്ക്, തൈകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടുന്ന് പോകാനേ തോന്നില്ല. ക്യാഷ് കൗണ്ടറിൻ്റെ അടുത്തായിട്ട് നല്ല ഭംഗിയുള്ള ചെടികളും ഇൻഡോർ പ്ലാന്റ്സും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ നമുക്ക് വാങ്ങിക്കാൻ തോന്നും. നല്ല വെറൈറ്റി ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഈ നഴ്സറിയുടെ ഒരു ഭാഗത്തായിട്ട് ലവ് ബേഡ്സിൻ്റെ ഒരു കൂട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കിളികളുടെയൊക്കെ സൗണ്ടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്.
കരിവേപ്പാണ്. ഇത് ഒരുപോലെ വെട്ടി നിർത്തിയിട്ട് നല്ല ഭംഗിയുണ്ട് ഇല്ലേ കാണാനായിട്ട്. എല്ലാം ഒരേ വലുപ്പത്തിൽ വെട്ടി നിർത്തിയിട്ടുണ്ട്. തൈകളെല്ലാം വാങ്ങി ഇവിടെ നിന്നും ഇനി വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഇവിടെ നിന്ന് ഒരുപാട് ദൂരെ ഒക്കെ ആയിട്ട് ഒരുപാട് നഴ്സറികളുണ്ട്. മണ്ണുത്തിയിൽ നിന്നും വാങ്ങിച്ച തൈകളെല്ലാം നട്ടതൊന്ന് നമുക്ക് കണ്ടു നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ മതിൽ പണിയാണെന്നുള്ളതെല്ലാം, അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ തൈകളെല്ലാം നട്ടു. ഇത് ജാതി തൈയാണ്. ഇത് പ്ലാവാണ്. അത് ചുവന്ന ചക്ക ഉണ്ടാവുന്ന പ്ലാവാണ്. അതുപോലെ 3-4 ടൈപ്പ് മാവിൻ്റെ ബഡ് ചെയ്ത തൈകൾ വാങ്ങിച്ചു. മല്ലിക, നീലൻ, കാലാപ്പാടി, അൽഫോൺസ ഇതുപോലെയുള്ള വെറൈറ്റി തൈകളൊക്കെ വാങ്ങിച്ചു. ഇത് ചെറുനാരകത്തിൻ്റെ തൈയാണ്. ഇത് മാംഗോസ്റ്റീൻ. കിലോ പേര. ഇത് വാങ്ങിക്കുമ്പോൾ അതിൽ 2 മൊട്ടുണ്ടായിരുന്നു. എല്ലാ തൈകൾക്കും ഇതുപോലെ നെറ്റിൻ്റെ ഒരു കൂട് വെച്ച് കൊടുത്തു. ഫൈബറിൻ്റെ നെറ്റാണ്. അത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.